നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ശ്രീനഗറിൽ ഡ്രോണുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സുരക്ഷാ സേന. ശ്രീനഗറിനെ താൽക്കാലിക റെഡ് സോൺ ആയാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഡ്രോണുകളുടെ അനധികൃത ഉപയോഗത്തിനെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നുകൂടി പോലീസ് അറിയിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ശ്രീനഗറിലേക്ക് എത്തുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും നേതൃത്വം നൽകുക. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷമുള്ള മോദിയുടെ ആദ്യത്തെ കശ്മീർ സന്ദർശനം കൂടിയാണ് ഇതെന്നുള്ള പ്രത്യേകതയുമുണ്ട്. ശ്രീനഗറിൽ തന്നെ യോഗാ ദിനം ആചരിച്ചുകൊണ്ട് ലോകത്തിന് വലിയൊരു സന്ദേശം കൂടി നരേന്ദ്രമോദി നൽകുന്നുണ്ട്. പണ്ട് വിഘടനവാദ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു തലസ്ഥാനമായിരുന്നു ശ്രീനഗറും ജമ്മുവും ഒക്കെ എങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം അവിടെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രസ്താവന അത് അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ശ്രീനഗറിൽ ഈ വർഷത്തെ യോഗാ ദിനം ആചരിക്കുന്നത്. മോദി അവിടെ നേരിട്ട് എത്തുകയാണ്. മോദി തന്നെയായിരിക്കും ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകാനും പോകുന്നത്. എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ഈ വാർത്ത വലിയ പ്രാധാന്യം നേടുന്നുണ്ട്. ശ്രീനഗറിലേക്ക് മോദി എത്തുന്നു, അതും യോഗാ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി തന്നെ വലിയ മാറ്റങ്ങളോടെ തന്നെയാണ് മൂന്നാം മോദി സർക്കാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എന്ന സന്ദേശം കൂടി ഇതിലുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.